ഹലോ, എല്ലാവർക്കും CIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 68/2025 ക്വസ്റ്റ്യൻസ്, അതായത് ലാബ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ പറയാം: റഷ്യ, റോം, ചൈന, ഫ്രാൻസ് ആണ്. ആൻസർ ഏതാണ്? ഫ്രാൻസ് ആണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സ്വരാജ് പാർട്ടി, ഗദ്ദാർ പാർട്ടി. നെക്സ്റ്റ് ചാറ്റ് ബോക്സിലുള്ളത് CR ദാസ്, ലാലാ ഹർദയാൽ, രാഷ് ബിഹാരി ബോസ്, സൂര്യസേന. ശരിയായ ഓപ്ഷൻ വരുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുമായി ബന്ധപ്പെട്ടതാണ് സൂര്യസേന. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ടതാണ് രാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുമായി ബന്ധപ്പെട്ടതാണ് സൂര്യസേന. സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാരാ? അത് CR ദാസ്. സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് CR ദാസ്. ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതോ? ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ലാലാ ഹർദയാൽ. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ടതാണ് രാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുമായി ബന്ധപ്പെട്ട വ്യക്തി സൂര്യസേന. സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ CR ദാസ്. ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ലാലാ ഹർദയാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? 2025 പത്മവിഭൂഷൺ ജേതാവായ കുമുദിനി ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നതിൽ ഒരു മിനിറ്റ്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശമാണ് നീലഗിരി. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഓപ്ഷൻ വായിക്കാം: മൂടൽമഞ്ഞ്, നേർത്ത മഞ്ഞ്, തുഷാരം, ഉറഞ്ഞ മഞ്ഞ്. ഏത് ആൻസർ വരുന്നത്? തുഷാരം. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികളിൽ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. തുഷാരം കേട്ടോ. ആൻസർ വരുന്നത് തുഷാരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ജലപാത അതായത് നാഷണൽ വാട്ടർ വേസ് 3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ വരുന്നത് ഇതിൽ ഓപ്ഷനിൽ കോട്ടപ്പുറം ടു കൊല്ലമാണ്, പക്ഷെ അത് തെറ്റാണ്. കറക്റ്റ് ആൻസർ വരുന്നത് കോഴിക്കോട് ടു കൊല്ലം വരെ കേട്ടോ. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. കോട്ടപ്പുറത്ത് നിന്ന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് വരെ. അപ്പോൾ നാഷണൽ വാട്ടർ വേസ് 3 എന്നുള്ളത് ദേശീയ ജലപാത 3 കണക്ട് ചെയ്യുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. കൊല്ലം ടു കോഴിക്കോട്. കോട്ടപ്പുറം എന്നുള്ളത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിൽ അതാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ കറക്റ്റ് ആൻസർ വരുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓപ്ഷൻ വായിക്കാം: ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ്, കൽക്കരി, മാർബിൾ. ഇതിൽ ഏതൊക്കെയാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം വരുന്നത്? ചുണ്ണാമ്പുകല്ലും കൽക്കരി കേട്ടോ. ചുണ്ണാമ്പുകല്ല് ആൻഡ് കൽക്കരിയാണ് അവസാദ ശിലകൾ. അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്നതാണ് അവസാദ ശിലകൾ. അപ്പോൾ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പുകല്ലും കൽക്കരിയാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏത് മേഘമാണ്? അത് സ്ട്രാറ്റസ് ആണ്. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സ്ട്രാറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? അനസാഗർ തടാകം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അനസാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അനസാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ വായിക്കാം: രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. ആഗോളവൽക്കരണം എന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ആൻസർ വരുന്നത് ഇതിൽ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് കേട്ടോ. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഈ പറഞ്ഞ ആൻസർ ഒക്കെ കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാ? വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. ആൻസർ 9ാം പഞ്ചവത്സര പദ്ധതിയാണ് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന്. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത്. ഫസ്റ്റ് ഓപ്ഷൻ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതിൽ ഏതൊക്കെ വരുന്നത്? ആൻസർ വരുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുകയും ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ രണ്ട് ആൻസർ കറക്റ്റ് വരുന്നത്. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന് വിദേശ ആശ്രയത്വം തെറ്റാണ്. സ്വാശ്രയത്വം നേടിയെടുക്കുക കേട്ടോ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന് സ്വാശ്രയത്വം നേടിയെടുക്കാണ് ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ വായിക്കാം. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, പണം അച്ചടിച്ചിറക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു. ക്വസ്റ്റ്യൻ എന്താണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മത്തിൽ ഉൾപ്പെടാത്തത് കേട്ടോ. ഉൾപ്പെടാത്തത് പണം അച്ചടിച്ചിറക്കുന്നു എന്നുള്ളതാണ് ഉൾപ്പെടാത്തത്. അതായത് RBIയുടെ ധർമ്മമാണ് പണം അച്ചടിച്ചിറക്കുന്നത്. ബാക്കി ഓപ്ഷനൊക്കെ കറക്റ്റ് ആണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു. ഇതൊക്കെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണെന്ന്. ആൻസർ എ ജയതിലക്. എ ജയതിലകാണ് കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താ? ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷനാണ് 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്താണ്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായ പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. അപ്പൊ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ഏതൊക്കെയാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. പിന്നെ 5 ലക്ഷം ജനങ്ങൾക്കല്ല, 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിയമിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വകുപ്പ് 30 വകുപ്പ് 30 ആർട്ടിക്കിൾ 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. നെക്സ്റ്റ് ആണ് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 26 മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22 22. ഒന്നുകൂടി പറയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് വകുപ്പ് 30. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പാണ് വകുപ്പ് 26. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം നൽകുന്ന വകുപ്പാണ് വകുപ്പ് 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന്. ആൻസർ ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി ആണ് ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ പറയാം: വിദ്യാഭ്യാസം, വനം, ഇൻഷുറൻസ്, പോലീസ്. ഇതിലേതാ വരുന്നത്? ഇൻഷുറൻസ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് ഇൻഷുറൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നതിൽ ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ: 42ാമത് ഭേദഗതി, 61ാമത് ഭേദഗതി, 74ാമത് ഭേദഗതി, 91ാമത് ഭേദഗതി. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതൊക്കെയാണ്? 42ാമത് ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. നെക്സ്റ്റ് ആണ് 61ാമത് ഭേദഗതിയെ ബന്ധപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ചത്. അത് എത്രാമത് ഭേദഗതിയാണ്? 61ാമത് ഭേദഗതി അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ചത്. നെക്സ്റ്റ് ആണ് 74ാമത് അമെൻമെന്റ്. 74ാമത് ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത്, അതായത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് 74ാമത് ഭേദഗതിയാണ്. 91ാമത് ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ്. 91ാമത് ഭേദഗതി. അപ്പോൾ 42ാമത് ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാമത് ഭേദഗതി. 61ാമത് ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ചു. 74ാമത് ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത്. 91ാമത് ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നത് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് 91ാമത് ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന്? ആൻസർ എ ഷാജഹാനാണ്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? എ ഷാജഹാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? അതായത് സ്റ്റേറ്റ് PSCനെ ചെയർമാൻ നിയമിക്കുന്നത് ഗവർണർ ആട്ടോ. ആരാണ്? രാഷ്ട്രപതി അല്ല, ഗവർണറാണ്. ഓരോ സ്റ്റേറ്റിന്റെയും PSC ചെയർമാനെ നിയമിക്കുന്നത് ആ സ്റ്റേറ്റിന്റെ ഗവർണറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ആൻസർ ഓപ്ഷൻ ആണോ? കൽക്കത്ത, ഡൽഹി, ലാഹോർ, ബോംബെ. ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ലാഹോർ ആണ്. ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചാണ്. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? ഓപ്ഷൻ പറയാം: കേന്ദ്ര ചരക്ക് സേവന നികുതി, സംയോജിത ചരക്ക് സേവന നികുതി, വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. ഇതിൽ ഏതൊക്കെയാണ് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി? ഏതൊക്കെയാണ് പ്രത്യക്ഷ നികുതി വിട്ടത്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയാണ് എന്താണ് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി കേട്ടോ. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയാണ് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഉൾപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഏതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ? ഫസ്റ്റ് ഓപ്ഷൻ, ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. സെക്കൻഡ് ഓപ്ഷൻ, ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക. തേർഡ് ഓപ്ഷനാണ്, സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത വിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക, ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക, സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളും പദ്ധതിയിൽ ചേർക്കുക. ഈ 3 ഓപ്ഷനും കറക്റ്റ് ആൻസർ ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായിട്ട് യോജിക്കുന്നവ ഏതെല്ലാം? സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ. ഫസ്റ്റ് ഓപ്ഷൻ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. എന്തൊക്കെയാണ് സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന കേട്ടോ? സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന എന്തൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. സാമ്പത്തികമായിട്ട് സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇതൊക്കെ എന്താണ് സർക്കാരിന്റെ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളാണ്. 3 ഓപ്ഷനും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ആൻസർ വിക്രം മിശ്രി. 2024 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിക്രം മിശ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി കേട്ടോ. എന്താണ് പ്രചോദനം പദ്ധതി? 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാ? 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ന്യൂഡൽഹി കേട്ടോ. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ക്യൂണിക്കൾച്ചർ? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ കേട്ടോ. ഏതാണ് ക്യൂണിക്കൾച്ചർ എന്നുള്ളത്? മുയൽ വളർത്തലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാ? റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ വായിക്കാം. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു, കോശകേന്ദ്രം കണ്ടെത്തി, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് കോശകേന്ദ്രം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ കേട്ടോ. റോബർട്ട് ബ്രൗൺ എന്താ കണ്ടെത്തിയ? കോശകേന്ദ്രം കണ്ടെത്തിയ സയന്റിസ്റ്റാണ് റോബർട്ട് ബ്രൗൺ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഓപ്ഷൻ വായിക്കാം. ട്രോപ്പോണിൻ, ഗ്ലോബുലിൻ, നാസ്ട്രീൻ, ഗ്യാസ്ട്രീൻ, ഗ്ലൂക്കോഗോൺ. ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഗ്ലോബുലിൻ കേട്ടോ. ഗ്ലോബുലിൻ ആണ് രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണെന്ന്? ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, മീസിൽസ്. ഇതിൽ ഏതാണ് ബാക്ടീരിയ രോഗം അല്ലാത്തത്? മീസിൽസ് കേട്ടോ. മീസിൽസ് ആണ് ബാക്ടീരിയ രോഗം അല്ലാത്തത്. മീസിൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയോ സൗഹാർദ്ദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താ? ഗവൺമെന്റ് ആശുപത്രികളിലെ രോഗികൾക്ക് ഗുണമേന്മയോ സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഓപ്ഷൻ വായിക്കുന്നില്ല, ആൻസർ പറയാം. ആർദ്രം പദ്ധതിയാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം. ഭൂഗുരുത്വാകർഷണ ത്വരണം അതായത് ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഭൂഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത് ധ്രുവ പ്രദേശങ്ങളിലാട്ടോ. എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ് ഭൂഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഡാഷ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഏതാണ്? അത് ശ്യാനബലം കേട്ടോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഏതാണ്? അത് ശ്യാനബലമാണ്. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നതിൽ ഏതാ? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണെന്ന് ഓപ്ഷൻ പറയാം. ത്വരണം, പ്രവേഗം, ആക്കം, വേഗത. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് വേഗതയാട്ടോ. ആൻസർ വരുന്നത് വേഗതയാണ് സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാ? ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ കേട്ടോ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജന് അജയ് ബംഗയാണ്. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ആൻസർ പെരുമ്പടവം ശ്രീധരൻ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്താന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ പറയാം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഏത് സയന്റിസ്റ്റിന്റെ മൂലക വർഗീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. സെക്കൻഡ് ഓപ്ഷൻ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട്. മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഇത് ആരുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റാ? ഇത് ഹെൻറി മോസ്ലി കേട്ടോ. ഹെൻറി മോസ്ലിയുടെ കണ്ടുപിടുത്തായിരുന്നത്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുണ്ട്. മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല.
ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഹെൻറി മോസ്ലി കേട്ടോ. ഹെൻറി മോസ്ലിയുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ആൻസർ ബോയിൽ നിയമം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്നതോറും കൂടി വരുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ കഴിയും? ബോയിൽ നിയമവുമായി വിശദീകരിക്കാൻ പറ്റും. ഇനി നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകും? നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pH ആൻസർ 7 കുറയുന്നു കേട്ടോ. ആൻസർ എന്താണ്? 7 കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2024 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന്റെ തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ഡേവിഡ് ബേക്കറിന് കേട്ടോ. ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ് പകുതി ലഭിച്ചത്. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് IUCN കേട്ടോ. ആൻസർ എന്താണ്? IUCN ആണ്. പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് IUCN ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന എ എന്നുള്ളത് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. സെക്കൻഡ് ഓപ്ഷൻ, പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമാണ് പ്രചാരം നേടിയിരുന്നത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമാണ് പ്രചാരം നേടിയിരുന്നത്. ഈ രണ്ട് ഓപ്ഷനും ശരിയാട്ടോ. പ്രസ്താവന എയും ബിയും ശരിയാണ്. 19ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമാണ് പ്രചാരം നേടിയത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം വിഗതകുമാരൻ എന്നത് ആദ്യത്തെ നിശബ്ദ ചിത്രമാണ്. പിന്നെ അത് റിലീസ് ചെയ്ത വർഷം 1938 അല്ല, 1930 കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1930 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കാരണം വിഗതകുമാരൻ എന്നുള്ളത് നിശബ്ദ ചിത്രമായതുകൊണ്ട് അതിന് ശബ്ദം നൽകിയിട്ടില്ലാലോ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാട്ടോ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്ത വർഷം 1930 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഫസ്റ്റ് ഓപ്ഷൻ ആണ്, വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയത് എഴുത്തുകാരനായ VC ബാലകൃഷ്ണ പണിക്കറാണ്. ഈ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? വിലാപം, വിശ്വരൂപം എഴുതിയത് VC ബാലകൃഷ്ണ പണിക്കറാണോ? തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് വിലാപം, വിശ്വരൂപം കേട്ടോ. ഈ കവിതകൾ എഴുതിയതാരാണ്? വിലാപം എന്നതും വിശ്വരൂപം എന്ന കവിതകൾ എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് മലയാള വിലാസം. ആ സ്റ്റേറ്റ്മെന്റോ ശരിയാണോ തെറ്റാണോ? VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് മലയാള വിലാസം. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം മലയാള വിലാസം എന്നുള്ളത് AR രാജരാജവർമ്മയുടെ കൃതി കേട്ടോ. AR രാജരാജവർമ്മയുടെ കൃതിയാണ് മലയാള വിലാസം. വിലാപം, വിശ്വരൂപം എന്നത് വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതകളാണ്. ഓക്കെ, അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഫസ്റ്റ് ഓപ്ഷൻ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ഇത് വായിച്ചല്ല നേരത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമാണ് കേരള കേസരി. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നല്ല, കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രികയാണ് കേരള പത്രിക കേട്ടോ. ഏതാ? കേരള കേസരി അല്ല, കേരള പത്രിക. ഏതാണ്? 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമാണ് കേരള പത്രിക. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാട്ടോ. കേരള കേസരി അല്ല, കേരള പത്രികയാണ്. അപ്പോൾ പ്രസ്താവന A ശരിയാണ്, പ്രസ്താവന B ശരിയല്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർമാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 യോഗക്ഷേമ സഭ നിലവിൽ വന്ന ഡേറ്റ് എന്നാണ് 1908. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത് കേട്ടോ. ആ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. പ്രസ്താവന എയും ബിയും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡാഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. അത് ഇതിന് എക്സാമ്പിൾ ആണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് പറയുന്നു. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ എന്താ വിളിക്കുന്നത്? സ്റ്റാറ്റിക് വെബ് പേജ് കേട്ടോ. ആൻസർ സ്റ്റാറ്റിക് വെബ് പേജ്. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ലയാണ് മലപ്പുറം ജില്ലയാണ്. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്കാണ് ടെക്നോ പാർക്ക്, തിരുവനന്തപുരമാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിലെ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽപ്പെട്ടത് ഏതാണെന്ന്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്ന കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽപ്പെട്ടത് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കുവാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലം തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. അത് അതിന്റെ എന്താ പറയുക, ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടതാട്ടോ. ശരിയായ ഓപ്ഷൻ ഏതാണ്? വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനോ സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലം തെളിവോ നൽകാനോ അവരെ നിർബന്ധിക്കാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണെന്ന്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ചുള്ള അറിയാനുള്ള അവകാശം. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നതാട്ടോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണെന്ന്? ഓപ്ഷൻ വായിക്കാം. മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ശുപാർശകൾ നൽകാനുള്ള അധികാരം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ശുപാർശകൾ നൽകാനുള്ള അധികാരം. അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതല. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. തേർഡ് ഓപ്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ച വ്യക്തിയാവാം. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ളത് അത് കേന്ദ്രത്തിലല്ല, സ്റ്റേറ്റിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവാൻ സാധിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനല്ല, സ്റ്റേറ്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാനാണ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കഴിയുക. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ്, മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുള്ള അധികാരം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസോ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചാൽ തെറ്റാണ്. കാരണം മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കഴിയില്ല, അത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാവാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ലൈംഗിക അതിക്രമണത്തിന്റെ പരിധിയിൽ വരുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ നേരിട്ടോ ഇലക്ട്രോണിക്, ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ നിരന്തരമായോ തുടർച്ചയായോ പിന്തുടരുകയോ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നത്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ തന്റെ ശരീരമോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ആ വ്യക്തിക്കോ മറ്റെന്തെങ്കിലും വ്യക്തിക്കോ കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. തേർഡ് ഓപ്ഷൻ, ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുകയോ ശബ്ദം ഉണ്ടാക്കുകയോ കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും വസ്തുവോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. ആൻസർ എന്താണ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ലാണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയായോ കൈവശം വെച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്ന വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെപ്പെടുന്നതിൽ ഏത് ഉത്തരവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ വരുന്നത് സംരക്ഷണ ഉത്തരവ് കേട്ടോ. ഏതാണ്? സംരക്ഷണ ഉത്തരവാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിക 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതാണ്? താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഓപ്ഷൻ പറയാം. കാങ്കർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത് യോഗിനി ക്ഷേത്രങ്ങൾ. ആൻസർ ഈ പറഞ്ഞ 3 ഉൾപ്പെടുന്നതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്നുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് കാങ്കർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത് യോഗിനി ക്ഷേത്രങ്ങൾ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ള GK ക്വസ്റ്റ്യൻസ്. മലയാളവും ഇംഗ്ലീഷും സെപ്പറേറ്റ് ചെയ്യാം, കറണ്ട് അഫയേഴ്സും. താങ്ക്